പൊളിച്ച് തിരൂർ നഗരസഭ ഭരണസമിതി. നഗരവികസനം നടത്തേണ്ടവർ തന്നെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് കണ്ടില്ലെന്നടിക്കുന്നു. തിരൂർ സെൻട്രൽ ജംഗ്ഷനിലെ 6ഓളം പെട്ടിക്കടകളാണ് കോടതി ഉത്തരവും പരാതികളും ഉണ്ടായിട്ടും നഗരസഭ മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ലൈസൻസ് പോലും ഇല്ലാത്ത ഈ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ആരുടെ തണലിൽ? തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ റോഡിന്റെ കിഴക്കുഭാഗത്തുള്ള പെട്ടിക്കടകളാണ് അധികൃതമായി പ്രവർത്തിക്കുന്നത്. നഗരസഭാ ലൈസൻസോ നിലവിൽ അനുമതിയോ ഇല്ലാതെ ഇവിടെ കച്ചവടം നടത്തുന്ന 6ഓളം പെട്ടിക്കടകളുടെ സാധനങ്ങൾ മുഴുവൻ റോഡ് ഭാഗത്തേക്ക് ഇറക്കി വെച്ചാണ് കച്ചവടം നടത്തുന്നത്. ഇത് പലപ്പോഴും വലിയ ഗതാഗത പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകാറുണ്ട്. വാഹനങ്ങളിൽ വരുന്നവർ പോലും റോഡിൽ വാഹനങ്ങൾ നിർത്തി സാധനങ്ങൾ വാങ്ങുന്നത് ഇവിടെ നിത്യകാഴ്ചയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് കോടതിയിൽ പോയി പ്ലാൻ വാങ്ങിയത് AP നസീമയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ്. ഈ സമയത്ത് ഇവിടങ്ങളിലുള്ള ബാങ്കുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ആ ഭരണസമിതി തീരുമാനമെടുക്കുകയും ഒട്ടുമിക്ക കടകളുടെ പുതിയ സ്ഥലത്തേക്ക് മാറിപ്പോവുകയും ചെയ്തതാണ്. എന്നാൽ നിലവിൽ 6ഓളം കടകൾ ഇപ്പോഴും ലൈസൻസ് പോലും ഇല്ലാതെ ഇവിടെ കച്ചവടം തുടരുകയാണ്. ഇതറിഞ്ഞിട്ടും പുതിയ ഭരണസമിതിയും അധികാരികളും അറിയാത്ത ഭാവം നടിക്കുകയാണ്. നിലവിൽ ചെയർപേഴ്സണുമായുള്ള ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് മുന്നിലും സ്ഥല ഉടമകളുടെ പരാതി എത്തിയിട്ടും ഒരു നടപടിയും എടുക്കാത്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ന്യൂസ് 99 തിരൂർ.